ഹലോ, ഞാൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ. നേരത്തെ ഞാൻ ഭയങ്കര വിൻഡോ ഷോപ്പിങ്ങിൻ്റെ ആളാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ കൈവിട്ട് പോയി. ഞാനിപ്പോൾ ഒരു ഷോപ്പഹോളിക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ക്രോക്സ് നോക്കാൻ വേണ്ടി ആ സൈറ്റിലൊന്ന് കയറി. ആദ്യമൊക്കെ കുറച്ച് ദിവസം പരതി ഓഫറൊക്കെ നോക്കി. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഓഫറിൽ വരുമ്പോൾ വാങ്ങിക്കാം എന്നുള്ള ഇതിൽ ഞാൻ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നാണ് ഒരു ജൂലൈ 2, 3, 4, 5 ആ ഡേയ്സിൽ പെട്ടെന്നൊരു ഭയങ്കര സെയിൽ വന്ന്. അപ്പം എൻ്റെ കൺട്രോൾ പോയി. അത്രയും നാൾ എനിക്കൊരു ക്രോക്സിൻ്റെ ഷൂ അനിയന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഞാൻ എനിക്കും വാങ്ങി, ബ്രദറിനും വാങ്ങി, ഹസ്ബൻഡിനും വാങ്ങി. അപ്പോൾ ഇതെല്ലാം ഒരേ മോഡൽ ഷൂ ആണ്. ഞാൻ കുറേ നോക്കിയിട്ടോ. നമ്മുടെ മലയാളീസോ അത് ഇന്ത്യയിലും ആരും ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ഇട്ട് കണ്ടില്ല. ഇത് ക്രോക്സിൻ്റെ എക്കോസ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതൊരു സ്നീക്കർ കാറ്റഗറിയിൽ വരുന്ന ചപ്പലാണോ ഷൂ ആണോ എന്താ പറയുന്നത്. ഇത് സ്നീക്കറാണ്, ക്രോക്സിൻ്റെ സ്നീക്കറാണ്. ആക്ച്വലി 3 ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ബ്ലിങ്കി കളറിൻ്റെ ആളാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അതാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ വന്നിടം ഹസ്ബൻഡ് പറയും വന്നതറിയാതെ പോയിടണോ എന്തൊരു തമിഴ് വാക്ക് പറയും. വരണം വന്നിടം തിരിയാതെ പോയിടണം എന്നതൊരു വാക്ക് പറയും. അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര സട്ടിൽ കളേഴ്സ്, ആരും മൈൻഡ് ചെയ്യാത്ത, ആരും നോട്ടീസ് ചെയ്യാത്ത കോമൺ കളേഴ്സൊക്കെയാണ് ഇഷ്ടം. ബ്ലാക്ക്, ബ്ലൂ അങ്ങനത്തെ. പിന്നെ അനിയന് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഞാൻ എടുത്തു, ഒരു മാർബിൾ ഷെയ്ഡ്. അപ്പോൾ അങ്ങനത്തെ 3 ചപ്പലാണുള്ളത്. ഇത് ആരുടെയും വീഡിയോസ് ഞാൻ കാണാത്തതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, ഒരു ഹോൾ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി പറയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ മേടിച്ച 3 ഷെയ്ഡ്സ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല എന്നുള്ള കാണിക്കാനുള്ളത് നോക്കുന്നില്ല. കാരണം ഞാൻ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഓർഡർ ചെയ്യും. സൈസ് മാച്ച് ആവൂല, റിട്ടേൺ അടിക്കും. അപ്പോൾ ഇവർക്ക് ഞാൻ 2 പേർക്ക് ഒരു ഷൂവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ അന്നേരം ഓർഡർ ചെയ്തപ്പോൾ ഷൂവിനേക്കാളിലും 2 സൈസ് കുറവ് മതി എക്കോസ്റ്റോ സ്നീക്കർ. അതായത് ഷൂ നോർമൽ സൈസിനേക്കാളും 1 സൈസ് അപ്പും എക്കോസ്റ്റോം നോർമൽ സൈസിനേക്കാളും 1 സൈസ് ഡൗണും ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ബേസിക്കലി എൻ്റെ അനിയൻ്റെ ഷൂവിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്. എൻ്റെ ഹസ്ബൻഡിനേക്കാളും 1 സൈസ് അപ്പാണ്. അപ്പോൾ ഇന്നാൾ ഇവന് 44 ആണ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഡിഡാസിൻ്റെ ഒരു 44 ഷൂ വാങ്ങിച്ചിട്ട് വന്നു. അതിവിടെ വന്നപ്പം ഇവരാരും എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരത്തില്ല, അത് പറയണമല്ലോ. അപ്പോൾ ഞാൻ പോകും, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് വരും. വേറെ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിച്ചിട്ട് വരിക. അത് ഇവർക്കൊന്നും പിടിക്കത്തുമില്ല, അതുകൊണ്ട് അത് പോട്ടെ. അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് വന്നു. 44 വിളിച്ച് ചോദിച്ചിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നത്. ഇവൻ ഇവിടെ നിന്ന് ഷൂവിൻ്റെ സൈസൊക്കെ നോക്കി 44 ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അതാ കയറുന്നില്ല. അപ്പോൾ അത് കമ്പനിക്ക് അടിച്ചു. ആരാ കമ്പനി? എൻ്റെ ഹസ്ബൻഡ്. എനിക്കൊരു സൈസ് ഡൗൺ ആണല്ലോ. അപ്പോൾ അത് ഹസ്ബൻഡ് കൊണ്ടുപോയി. ഇത്തവണ ഞാൻ ബർത്ത്ഡേക്ക് ഷോപ്പ് ചെയ്തപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 43 to 47 എല്ലാ സൈസിലും ഓരോന്നങ്ങ് ഓർഡർ ചെയ്തു. കാരണം ഇവിടെ വരുമ്പോൾ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മലബാറിൽ പോകാൻ പാടില്ലല്ലോ. ഏതാ സൈസ് ഒന്നും അറിഞ്ഞുകൂടാതെ അവസാനം ഞാൻ പ്ലിങ്ങിരിക്കും. പിന്നെ ഓഫർ ആ 3 ഡേയ്സിനേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ സൈസിലും ഓരോന്നൊരു സേഫ്റ്റിക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ഷൂസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് 2 എൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കില്ല. ഞാൻ എൻ്റെ സൈസിലുള്ളത് ഞാൻ ഇട്ട് കാണിക്കും. ഹസ്ബൻഡിന്റെ ഷൂ ഓൾറെഡി യൂസ് ആക്കി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോസ്റ്റോ. പാക്കേജിങ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ബ്രദറിന് വേണ്ടി ഓർഡർ ചെയ്ത മാർബിൾ ഷീറ്റ്. കണ്ടു, പൊളിയല്ലേ? ദിസ് ഇസ് എക്കോസ്റ്റോം
നിങ്ങൾ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാർബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കുറച്ച് ഗ്രേഡിങ് ഉണ്ട് കണ്ട. ഇതാകുമ്പം അവന് വൈറ്റ് ഷൂ ബേസിക്കലി ഇതൊക്കെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടല്ലേ. അപ്പം ഞാൻ മാരേജ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പം വെഡിങ് ഫോട്ടോഷൂട്ട് അതിനൊക്കെ കുറച്ച് വൈറ്റ് ബീച്ച് കളറൊക്കെ ആകുമ്പം രസമാണല്ലോ വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ പർട്ടിക്കുലർലി എടുത്തത്. ഇത് അപ്പം എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരും. അപ്പം അങ്ങനെയൊക്കെ നോക്കി ഞാൻ എടുത്തതാണ്. ഓക്കെ, അറിയാം ടാഗൊക്കെ ഉണ്ട് കണ്ടല്ലോ സൈസ്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളും എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് എടുക്കേണ്ടത് നിങ്ങളുടെ റെഗുലർ ഷൂ സൈസിനേക്കാളും ഒരു സൈസ് ഡൗൺ ആണ് എടുക്കേണ്ടത് കേട്ടോ. ഭയങ്കര കുഷനി, ഭയങ്കര കംഫർട്ടാണ് ഇടാൻ. ഇവിടെ ഒരു നിയോപ്രീൻ ലൈനിങ് ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ. ഇത് ഞാൻ പ്രൊണൗൺസ് ചെയ്തതും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ സൈറ്റിൻ്റെ. നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഉണ്ടെങ്കിലും കുറച്ച് പ്രൈസി റേഞ്ചിലായിരിക്കും. ഇത് എനിക്ക് ഓഫറിന് കിട്ടിയോണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. ബട്ട് നോട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഡെയിലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോർമൽ ക്രോക്സ് ആയിരുന്നു. നോർമൽ ക്രോക്സ് ഇപ്പം നാട്ടിലും ഭയങ്കര കോമൺ ആയി, ഇവിടെയും ഭയങ്കര കോമൺ ആയി. ഐ വാണ്ട് സംതിങ് ഡിഫറെന്റ് ആവണമായിരുന്നു. അപ്പം എന്നാൽ ക്രോക്സ് ഒറിജിനൽ തന്നെ വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലെത്തിപ്പെട്ടത്. ആൻഡ് ലുക്ക് അറ്റ് ദ ഡിസൈൻ. ആക്ച്വലി ഇത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം കണ്ട് ഇറങ്ങിയ മോഡലാണ്. പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് വെബ്സൈറ്റിൽ കണ്ടപ്പോൾ. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്, ക്വൈറ്റ് ലൈക്ഡ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ദ വൺ ഷെയ്ഡ് ആൻഡ് ഇറ്റ് ഇസ് ദ മാർബിൾ ഷെയ്ഡ്. ഓക്കെ, കുറച്ച് ഹീലുണ്ട്, ഇടാനും കംഫർട്ടബിൾ ആണ്, നല്ല സുഖമാണ്. സ്നീക്കർ മോഡലാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് പുള്ളി ചെയ്ത സുഖമായിട്ട് ഇടാം. ഇത് ഈ പാട്ടൊക്കെ കുറച്ച് സ്റ്റിഫല്ലേ നമ്മൾ മറ്റേ ഷൂ പോലെ. അപ്പം ഈ പോർഷൻ ഭയങ്കര കണ്ട സ്മൂത്താണ്. അപ്പം ഇത് ഇങ്ങനെ കാല് കയറ്റുമ്പോൾ ഇതിങ്ങനെ കുഞ്ഞു പൊക്കോളും. അപ്പം ഇതിങ്ങനെ പുള്ളി ചെയ്താൽ ഈസി ആയിട്ട് ഇത് തിരിച്ചു വരും. അപ്പം അങ്ങനെയാണ്, ഈസിയാണ്, ഇടാനും ഈസിയാണ്. സ്നീക്കർ മോഡലാണ്. അപ്പോൾ ദസ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ. ഓക്കെ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചപ്പലാണ്. സ്നീക്കർ കോസ്റ്റോം സ്നീക്കറാണ്. എൻ്റെ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡാണ്. എൻ്റെ ഈ ടോപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടിക്കകത്താക്കി. എപ്പോഴെങ്കിൽ പുതിയതൊക്കെ കിട്ടി അപ്പോൾ ഉൾക്കാണിക്കണം. അങ്ങനെ ചിലർ ക്ഷമയില്ലാത്ത പെട്ടെന്ന് ഉൾക്കാണിക്കണം. അപ്പോൾ പുള്ളി യൂസ് ചെയ്തു. അതാണ് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് ഇടയിൽ. ഒരു തവണ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പെട്ടിയിലാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതിനെ പെട്ടിയൊന്നും കളയല്ലേ, എനിക്ക് വീട് വേണേ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതാണ്, ഇത് നൈസ് ഷെയ്ഡാണ്. പ്രത്യേകിച്ച് ആൾക്കാർ നമ്മളെ ഒന്ന് നോട്ടീസ് ചെയ്യണ്ട എന്നുള്ളവർക്ക് പറ്റിയ ഷെയ്ഡാണ്. ഞങ്ങൾ നോട്ടീസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എക്കോസ്റ്റോം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് എടുക്കേണ്ടത് 1 ഷൂ സൈസ് ഡൗൺ ആണേ. അത് മറക്കില്ല കേട്ടാ. അടിപൊളിയാണ്, ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഗോ ഫോർ ഇറ്റ് ഗൈസ്. ഇത് ഇടം തെരിയാമൽ പോയിടണം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഷെയ്ഡാണ്. ഇവിടെ മാർബിൾ ഷെയ്ഡിന് ഈ ബ്രിമ്മില് മാർബിൾ ബീച്ച് കളർ തന്നെയാണെങ്കിൽ ഇതിന് ബ്ലാക്കിന് ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ തന്നെയാണ് ഇതിന്റെ ഈ പുള്ളി തന്നെ സാധനത്തിന് വരുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ഷെയ്ഡ്. നെക്സ്റ്റ് വൺ എൻ്റെ കാണിക്കും. ബ്ലിങ്കി ഇതാണ് എൻ്റെ ഓക്കെ, എക്കോസ്റ്റോം തന്നെ, പക്ഷെ വേറെ ഷെയ്ഡ്. ഇവരുടെ ഒക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റേത് ഓർഡർ ചെയ്യാൻ തീരെ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവരുടെ ഒക്കെ വന്നിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പം ഉണ്ട്, ഞാൻ എൻ്റെ സൈസിൽ ഒരെണ്ണം വാങ്ങി ട്രൈ ആക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ബ്ലിങ്കിയുടെ ആളായത് കൊണ്ട് ഒബ്വിയസ്ലി ഞാൻ കുറച്ച് നോട്ടീസ് ചെയ്യുന്ന സാധനമേ എടുക്കുള്ളൂ. വന്ന് കണ്ടപ്പോൾ സൈറ്റിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റഡ് ആയിരുന്നു, പക്ഷെ അത്രയും ഹൈലൈറ്റ് ഇല്ല. ഇത് എക്സാക്ട് കളർ നൈട്രോ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. നമ്മുടെ സ്റ്റിച്ച് പെന്നിൻ്റെ കൂടെ ഒരു ഹൈലൈറ്റർ പെന്ന് കിട്ടൂലേ, അതാണ് ഈ ഷെയ്ഡ്. ചിലക്ക് എളുപ്പം തോന്നും യെല്ലോ ആണെന്ന്, പക്ഷേ ഒരു യെല്ലോ ഗ്രീൻ ഒരു ഹൈലൈറ്റർ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ
ശരിക്കും യെല്ലോ ആയിട്ടാണ് എനിക്ക് ചില സമയങ്ങളിൽ തോന്നുന്നത്. ഓക്കെ, എന്താണെന്ന് എനിക്ക് അതിനോട് കറക്റ്റ് ഷെയ്ഡ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ടാഗൊക്കെ ഇത് എവിടെയുണ്ട്, യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതിന് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഷെയ്ഡ് കാണും കേട്ടോ. ഇതിൽ യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ആണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ ശരിക്കും ബ്ലാക്കിന് ബ്ലാക്ക് തന്നെയാണ് വന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. ഇവന്റെ ബ്രദറിന്റെ ആണെങ്കിലും അതിന് ആ സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇത് നൈട്രോ ഷെയ്ഡ്. ഇതെനിക്ക് എത്ര വാങ്ങണമെന്ന് ആഗ്രഹം അങ്ങനെ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതല്ല സൈറ്റിൽ കണ്ടിട്ട്. ബ്രദറിന് ഒബ്വിയസ്ലി ആണ്, ഹസ്ബൻഡിനെ അത് കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഒക്കെ ഡെലിവർ ആയപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇത് എൻ്റെ ഷൂവിൻ്റെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ സ്നീക്കർ കാറ്റഗറിയാണ് ക്രോക്സിൻ്റെ. നാട്ടിൽ മോഡലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടായിരിക്കും, ഒബ്വിയസ്ലി കാണാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബാ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ചപ്പൽ ആഫ്റ്റർ വിയറിങ്. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? Yeah. It's look nice. അടിപൊളിയായിട്ടുണ്ട്. കളറ് കാരണം എല്ലാവരും, as I told, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ച് ബ്ലിങ്കി അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, നൈസ് അല്ലേ? ഇത് നടക്കാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സോക്സ് ഇട്ട് പെയർ ചെയ്യാം. ഇതിപ്പം ഊരി വരുന്നൊന്നുമില്ല. അല്ലാതെ മറ്റേത് ഇതിനേക്കാൾ ഒരു സൈസ് ചെറുതെന്നല്ല, അതിൻ്റെ നോർമൽ സൈസ് ഉള്ളത് നടക്കുമ്പോഴത്തേന് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ പൊങ്ങിപ്പോരുമായിരുന്നു. ഇതിന് ആ പ്രശ്നമില്ല, അതുകൊണ്ടാണ് വൺ സൈസ് ഡൗൺ ദ പെർഫെക്റ്റ് സൈസ് ഇൻ എക്കോസ്റ്റോം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 2 ഷൂവും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഉടനെ തന്നെ കാണാം. ബൈ, പീസ്.